ഇന്നത്തെ വചനചിന്ത, നിന്ദിക്കപ്പെട്ടവരെ മാനിക്കുന്ന ദൈവം. നിന്ദ അനുഭവിച്ചവരെ ദൈവം മാനിച്ചതായി ബൈബിളിൽ കാണുവാൻ കഴിയും. ആരൊക്കെ എവിടേക്ക് നിന്ദിക്കപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം നിന്ദിക്കപ്പെട്ട സകലരുടെയും മുമ്പിൽ ദൈവം മാനിച്ചുയർത്തിയിട്ടുണ്ട്. നിന്ദിക്കപ്പെട്ടത് മാനിക്കപ്പെടുവാനാണ്. ദൈവം വചനം ശ്രവിക്കുന്ന താങ്കളെ മാനിക്കും. ദൈവത്തിൻ്റെ പ്രവൃത്തി താങ്കളുടെ വെളിപ്പെടുവാനാണ് കഴിഞ്ഞ നാളുകളിലൊക്കെ നിന്ദയുടെ അനുഭവങ്ങൾ കടന്നു വന്നത്. മഴ പെയ്യുവാൻ ഭക്തനായ ഏലിയാവ് 6 വട്ടം പ്രാർത്ഥിക്കുമ്പോഴും ഭക്തനായ ഏലിയാവിനെ ഒത്തിരി പേർ പരിഹസിച്ചിട്ടുണ്ടാകും. ഹേ ഏലിയാവേ, ആ ബാല്യക്കാരനെ എന്തിനാ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുന്നത്? ഭക്തനായ ഏലിയാവിൻ്റെ നിർദ്ദേശപ്രകാരം ഓടുന്ന ബാല്യക്കാരനോട് മറ്റുള്ളവർ ചോദിക്കും, എന്തിനാ ഈ മൂപ്പൻ പറയുന്ന വാക്ക് കേട്ട് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത്? നിനക്ക് നാണമില്ലേ? വചനം ശ്രവിക്കുന്ന താങ്കൾ ഇതുപോലെ മറ്റുള്ളവർ കളിയാക്കിയിട്ടില്ലേ? ചോദിച്ചിട്ടില്ലേ, എന്തിനാ പ്രാർത്ഥിക്കുന്നത്? എന്തിനാ സഭയിൽ പോകുന്നത്? ഒരു വിടുതലും താങ്കൾക്കില്ലല്ലോ. ആരൊക്കെയും കുത്തുവാക്കുകൾ പറഞ്ഞാലും ആരൊക്കെ താങ്കളെ പരിഹസിച്ചാലും പ്രാർത്ഥിക്കുന്നവൻ പരാജയപ്പെടുകയില്ല. ദൈവദാസൻ്റെ നിർദ്ദേശപ്രകാരം ഓടുന്ന ദൈവജനമേ, താങ്കളുടെ അധ്വാനത്തിന് ഇരട്ടി പ്രതിഫലമുണ്ട്. താങ്കൾ വിടുതൽ കാണും. വചനം ശ്രവിക്കുന്ന താങ്കളോടും പലപ്പോഴും മറ്റുള്ളവർ കുത്തുവാക്ക് പറയുമ്പോഴും ഹൃദയത്തിൽ അനേകം ഭാരങ്ങൾ കടന്നു വന്ന് ഹൃദയം തകരുന്ന അവസ്ഥയിൽ കടന്നു പോകുമ്പോൾ പ്രാർത്ഥന ഉപേക്ഷിക്കരുത്. മഴ പെയ്യുവാൻ ഭക്തനായ ഏലിയാവ് 6 പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോഴും മഴ ഒരു സാഹചര്യമില്ല, മഴ പെയ്യുവാൻ ഒരു മേഘവും കാണുന്നില്ല. എന്നാൽ 7ാമത്തെ പ്രാവശ്യം ഒരു കൈമേഘം ഉയർന്നു വന്നു, മഴ പെയ്തു. വചനം ശ്രവിക്കുന്ന താങ്കളുടെ സാഹചര്യം എന്തുമാകട്ടെ, താങ്കളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമുണ്ട്. തീർച്ചയായും ദൈവം താങ്കളുടെ പ്രാർത്ഥന വിഷയത്തിന് മറുപടി നൽകും. എത്ര പ്രതികൂലം കടന്നു വന്നാലും പതറരുത്, പിന്തിരിഞ്ഞു പോകരുത്. താങ്കൾക്ക് വേണ്ടി ദൈവം ചിലത് കരുതി വച്ചിട്ടുണ്ട്. താങ്കൾ തകർന്നു പോകരുത്. വിളിച്ചു പറയണം, യഹോവ ഇരേ. അല്പം താമസിച്ചാലും വാഗ്ദത്തങ്ങൾ നിറവേറ്റുവാൻ ദൈവത്തിന് ഒരൊറ്റ വാക്ക് മതി. കാത്തിരിക്കുവാൻ താങ്കൾക്ക് മനസ്സുണ്ടോ? ദൈവപ്രവൃത്തി വേഗമുണ്ടാകും. താങ്കൾ എവിടെ നിന്ദിക്കപ്പെട്ടുവോ ആ സ്ഥാനത്തു തന്നെ ദൈവം താങ്കളെ മാനിക്കും, നിശ്ചയം. ബെഥാനിയയിലെ ലാസർ മരിച്ചു 4 ദിവസമായി നാറ്റം വച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞ് പലരും ആ ഭവനത്തെ നോക്കി നിന്ദിച്ചു. യേശു വന്നില്ലല്ലോ, യേശു ഈ കുടുംബത്തോട് നല്ല സാഹചര്യങ്ങൾ സന്തോഷമായിരുന്നപ്പോൾ ഉണ്ടായിരുന്നല്ലോ എന്ന് മറ്റുള്ളവരൊക്കെയും കുത്തുവാക്കുകൾ പറയുമ്പോൾ, കുടുംബത്തിലെ സകലരും നിന്ദ ചുമന്നപ്പോൾ, പരിഹസിക്കപ്പെട്ടപ്പോൾ ബെഥാനിയയിലെ ലാസറിൻ്റെ ഭവനത്തിനകത്ത് കർത്താവ് യേശു ക്രിസ്തു 4-ാം നാൾ കടന്നു വന്നു. ലാസറിനെ കർത്താവ് ഉയർപ്പിച്ചു, ഭവനത്തിലെ നിന്ദ മാറ്റി. യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം വായിക്കുമ്പോൾ ഗലീലയിലെ കാനാവിലെ കല്യാണ വിരുന്നിൽ ശൂന്യത കടന്നു വന്നു, വീഞ്ഞു തീർന്നു. യഹൂദന്മാരുടെ ആചാരപ്രകാരം 7 ദിവസം വിവാഹം ആഘോഷിക്കണം. 1-ാം ദിവസം രാജാക്കന്മാരെയും 2-ാം ദിവസം പ്രവാചകന്മാരെയും പ്രമാണിമാരെയും വിളിക്കും. 3-ാം ദിവസം മുതൽ 7-ാം ദിവസം വരെ സാധാരണക്കാരെ വിളിക്കും. എന്നാൽ 3-ാം ദിവസം സാധാരണക്കാർക്കിടയിൽ കർത്താവ് യേശു ക്രിസ്തു കടന്നു വരുവാനിടയായി. സാധാരണക്കാർക്കിടയിൽ യേശു ക്രിസ്തു കടന്നു വരുമ്പോൾ 3-ാം ദിവസം വീഞ്ഞു തീർന്നുപോയി. വീഞ്ഞു തീരുമ്പോൾ ആ ഭവനത്തിനകത്ത് യഹൂദൻ ശൂന്യതകൾ ഉണ്ടാകുമ്പോൾ, ഞങ്ങളെ വിവാഹത്തിന് വിളിച്ച് അപമാനിച്ചോ എന്ന് പറഞ്ഞ് മണവാളനെ അടിക്കുന്നത് പതിവാണ്. എന്നാൽ തലകുനിയേണ്ട സ്ഥാനത്ത്, അടി കിട്ടേണ്ട സ്ഥാനത്ത് ദൈവത്തിൻ്റെ കരം ചലിച്ചു. ഗലീലയിലെ കാനാവിലെ കല്യാണ വിരുന്നിൽ പച്ചവെള്ളത്തിൽ നിറച്ച് പച്ചവെള്ളത്തിന്മേൽ യേശുവിൻ്റെ കരം ചലിച്ചപ്പോൾ പച്ചവെള്ളം വീഞ്ഞായി. ഗലീലയിലെ കാനാവിൽ യേശു തൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തി. ഭവനത്തിനകത്ത് വലിയൊരു നിറവ് സംഭവിച്ചു. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, താങ്കളുടെ തല എവിടെയാണോ താഴെപ്പെട്ടത് അതേ സ്ഥലത്ത് താങ്കളുടെ തലയെ ഉയർത്തുക യേശുവുണ്ട്. താങ്കളെ മാനിക്കുന്ന യേശുവുണ്ട്. താങ്കളെ ശ്രേഷ്ഠമായി ഉയർത്തും. മറ്റുള്ളവരുടെ മുൻപിൽ താങ്കളെ സ്വർഗം മാനിക്കുവാനിടയാകും. താങ്കൾക്ക് ശ്രേഷ്ഠമായ ചില കരുതലുകൾ ദൈവം കരുതി വച്ചിട്ടുണ്ട്. താങ്കൾ ചിന്തിക്കുന്നതിനും അപ്പൂർവമായി ദൈവത്തിൻ്റെ പ്രവൃത്തി താങ്കൾ കാണും. താങ്കളുടെ നിന്ദ മാറും.
കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ കുഷ്ഠരോഗിയായ മനുഷ്യൻ നിന്ദ അനുഭവിച്ചു, ഒറ്റപ്പെടൽ അനുഭവിച്ചു. കുഷ്ഠരോഗി യേശുവിനോട് പറഞ്ഞു, അങ്ങ് എന്നെ തൊട്ടാൽ ഞാൻ ശുദ്ധനാകും. യേശു അവനെ സ്പർശിച്ചു, അവൻ ശുദ്ധനായി. അവൻ്റെ സകല ശാപം, അവൻ്റെ സകല രോഗവും മാറുവാനിടയായി. ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 43 വരെയുള്ള തിരുവചനം വായിക്കുമ്പോൾ നീണ്ട 12 വർഷമായി രക്തസ്രവക്കാരിയായ സ്ത്രീ, രക്തസ്രവമുള്ള സ്ത്രീ 12 വർഷമായി ഒറ്റപ്പെടൽ, അവഗണന, നിന്ദ സകലതും അനുഭവിച്ചു. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടാലെങ്കിലും എനിക്ക് സൗഖ്യം സംഭവിക്കുമെന്ന് അവളുടെ ഹൃദയത്തിനകത്ത് എവിടെയോ വിശ്വാസത്തിൻ്റെ കനൽ കത്തിയപ്പോൾ അവൾ വിശ്വാസത്തോടുകൂടി യേശു ക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടു. യേശുവിൽ നിന്ന് ശക്തി പ്രാപിച്ചു. അവൾക്ക് പൂർണ്ണമായും വിടുതൽ ലഭിക്കാനിടയായി. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, മറ്റുള്ളവർ നിന്ദിക്കുകയാണോ? ഈ യേശുവിനെ താങ്കൾ തൊടുക. മറ്റുള്ളവർ താങ്കളെ ഒറ്റപ്പെടുത്തുകയാണോ, നിന്ദിക്കുകയാണോ? യേശുവെ എന്നെ തൊടണമെന്ന് പറയുക. താങ്കൾ യേശുവിനെ തൊട്ടാലും യേശു താങ്കളെ തൊട്ടാലും താങ്കളുടെ നിന്ദ മാറുവാനിടയാകും. ആകയാൽ കർത്താവ് യേശു ക്രിസ്തുവിൽ സമർപ്പിച്ച് താങ്കളുടെ നിന്ദയെ മാറ്റുന്ന യേശുവിൽ ആശ്രയിച്ച് മുന്നോട്ട് ജീവിപ്പാൻ വചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരവും നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.